പ്രണയസഖി ഭാഗം 3. മുത്തശ്ശിയുടെ കാര്യം ഓർത്ത് മാത്രമാണ് വിഷമം. പാവം, എന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടാവും ഇപ്പോൾ. ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. മതി, ഇനി കരയില്ല. എന്നെ വേണ്ടെന്ന് വെച്ചു. സാരമില്ല, ഞാൻ ആർക്കും ഭാരമായിട്ട് അവിടെ വേണ്ട. ഓരോന്നൊക്കെ പറഞ്ഞ് അവൾ സ്വയം സമാധാനിച്ചു. കട്ടിലിൽ ഉറങ്ങാനായി കിടക്കുമ്പോഴും അവളുടെ ഉള്ളിലെ വേദനയ്ക്ക് ഒട്ടും ശമനമില്ലായിരുന്നു. എന്നാൽ അകത്തൊരുവൻ കയ്യിലുള്ള മദ്യക്കുപ്പിയിലെ അവസാന തുള്ളി മദ്യവും അകത്താക്കി ബെഡിലേക്ക് കുഴഞ്ഞു വീണു. സ്വയം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കുടിച്ചു. അബോധാവസ്ഥയിലും അവൻ്റെ നാവുകൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. നിന്നെ ഞാൻ കൊല്ലും ദിവാകര, നിന്നെ മാത്രമല്ല എല്ലാവരെയും കൊല്ലും. കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ്റെ വാക്കുകൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. എൻ്റെ പൊന്നു, പൊന്നു. അവൻ്റെ നാവിൽ നിന്നും പൊന്നു എന്നുള്ള പേര് ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും മദ്യലഹരിയിൽ അവൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ തന്നെ വർണ്ണ ഉണർന്നിരുന്നു. ഒരുപാട് സമയം ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ഉണർന്നപ്പോൾ ഒരു നിമിഷം അവൾക്ക് താൻ ഇപ്പോൾ എവിടെയാണെന്ന് മനസ്സിലായില്ല. അവൾ ജനൽ തുറന്ന് പുറത്തേക്കൊന്ന് നോക്കി. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. താൻ അല്ലെങ്കിലും വീട്ടിലായിരുന്നപ്പോഴും ഈ സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും. അത് തനിക്കൊരു ശീലമാണ്. ബാത്റൂമിലേക്ക് പോയി കയ്യും മുഖവും എല്ലാം കഴുകി വന്നു. അവൾ കുളിക്കാനായി പോകാം എന്ന് കരുതിയപ്പോഴാണ് കുളിച്ചു കഴിഞ്ഞാൽ തനിക്ക് മാറാനുള്ള വസ്ത്രം ഇവിടെ ഇല്ല എന്നോർത്തത്. കുളിച്ചു കഴിഞ്ഞാൽ മാറാനുള്ള വസ്ത്രം പോലും ഇല്ല. എന്ത് വിധിയാണ് ദൈവമേ ഇത്! വീട്ടിലായിരുന്നപ്പോൾ എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാലും ഇട്ടുമാറാനുള്ള വസ്ത്രമെങ്കിലും ഉണ്ടായിരുന്നു. ഈ വസ്ത്രം ഇപ്പോൾ തന്നെ ആകെ മുഷിഞ്ഞിരിക്കുവാണ്. പോരാത്തതിന് മുൻഭാഗമൊക്കെ ഇപ്പോൾ മുഖം കഴുകിയപ്പോൾ നനഞ്ഞു പോയിട്ടുണ്ട്. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അവിടെ നോക്കുമ്പോൾ ഒരു പേസ്റ്റ് ഇരിക്കുന്നുണ്ട്. അവൾ അതെടുത്ത് പല്ല് തേക്കാനായി മുറിയിലേക്ക് വന്നു. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് മുറിക്ക് പുറത്തേക്ക് വന്ന് കുറച്ചു നേരം സോഫയിൽ അങ്ങനെ വെറുതെ ഇരുന്നു. ആ സമയം അവൾ ആലോചിച്ചിരുന്നു, വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സമയം കുളിച്ച് വൃത്തിയായി അമ്പലത്തിലേക്കൊക്കെ പോകേണ്ടതാണ്. കുറച്ചു നേരം കഴിഞ്ഞതും അവൾക്ക് കുളിക്കാത്തത് കൊണ്ട് തന്നെ ആകെ ഈർഷ്യ തോന്നി തുടങ്ങി. മുഷിഞ്ഞ വസ്ത്രം തന്നെ വീണ്ടും ഇടാമെന്ന് കരുതി അവൾ കുളിക്കാൻ കയറി. അയാൾ ഉണർന്നാൽ വീട്ടിൽ പോയി ഉടുക്കാനുള്ള വസ്ത്രം എടുത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ ഇട്ടത് തന്നെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവൾ അന്നേരം ചിന്തിച്ചു. കുളിച്ചു കഴിഞ്ഞ് മുടി പോലും തുവർത്താതെ പുറത്തേക്കിറങ്ങി. ഹാളിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ്റെ മുറിയുടെ വാതിൽ അപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അവൾ അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തിരികെ സോഫയിലേക്ക് തന്നെ വന്നിരുന്നു. അപ്പോഴാണ് വാതിലിൽ എന്തോ വന്ന് വീഴുന്ന ശബ്ദം പോലെ കേട്ടത്. അവൾ അതെന്താണെന്ന് നോക്കാനായി വാതിൽ തുറന്നു. നോക്കുമ്പോൾ പത്രം വന്നതാണ്. അവൾ അത് കയ്യിലെടുത്ത് നോക്കി. നോക്കുമ്പോൾ 2 പത്രമുണ്ട്. ഇതെന്താ 2 പത്രം? അത് പറഞ്ഞ് അവൾ ആ പത്രം വിടർത്തി. പത്രം കണ്ടതും അവളുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു. എൻ്റെ കണ്ണാ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ! ഇങ്ങേർക്ക് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ അറിയുമോ എന്നൊക്കെ ചിന്തിച്ച് അവൾ അതുമായിട്ട് അകത്തേക്ക് കയറി. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ശിവ ഉണർന്നത്. ഇന്നലെ മദ്യപിച്ച് കിടന്നത് കൊണ്ട് തന്നെ നല്ല തലവേദനയുണ്ടായിരുന്നു. ഓരാ ഈ രാവിലെ തന്നെ എന്ന് ചിന്തിച്ച് മുഷിച്ചിലോടെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, എടാ ഞാനാണ് മിഥുൻ. എന്താടാ ഈ രാവിലെ തന്നെ? എടാ ഒരു കുഴപ്പമുണ്ട്, നീ ഒന്ന് ഇങ്ങോട്ട് വരണം. എന്താടാ കാര്യം? എങ്ങോട്ട് വരാനാണ്? അത് ചോദിച്ച് അവൻ ഉറക്കച്ചടവോടെയാണെങ്കിലും വേഗത്തിൽ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എടാ പേടിക്കാനൊന്നുമില്ല, നീ വന്നിട്ട് പറയാം. തിരക്ക് പിടിച്ച് വരാൻ മാത്രമൊന്നുമില്ല, പതുക്കെ വന്നാൽ മതി. അതിന് അവനൊന്ന് അമർത്തി മൂളി. ശരിയെങ്കിൽ എന്ന് പറഞ്ഞ് അവൻ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചിരുന്നു. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഉടുത്തിരുന്ന അഴിഞ്ഞുലഞ്ഞു കിടന്ന മുണ്ട് ഒന്ന് മുറുക്കിയെടുത്തു. പിന്നീട് വെറുതെ സമയം കളയാൻ നിൽക്കാതെ വേഗം തന്നെ കുളിച്ച് പല്ലൊക്കെ തേച്ച് ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി. പുറത്തേക്ക് വരുമ്പോൾ നേരെ കാണുന്നത് പത്രം വായിക്കുന്ന അവളെയാണ്. അവളെ കണ്ടതും പെട്ടെന്ന് അവനിൽ ദേഷ്യം നിറഞ്ഞു. അവൻ അത് സ്വയം കൺട്രോൾ ചെയ്ത് നിന്നു. ഡീ! അവൻ അലറി. പത്രം വായിക്കുകയായിരുന്നവൾ അവൻ്റെ ആ വിളിയിൽ ഞെട്ടി സോഫയിൽ നിന്ന് എഴുന്നേറ്റു. നിന്നോട് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ? അവൻ ചോദിച്ചതും അവൾ പേടിയോടെ അതേ എന്ന് തലയാട്ടി. എന്നിട്ട് ചായ എവിടെ? അവൻ്റെ സ്വരത്തിൽ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം പോലെ തോന്നി അവൾക്ക്. അത് പിന്നെ ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോഴാണ് അവനും അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ശരിയാണ്, ഈ വീട്ടിൽ വീട്ടാവശ്യത്തിനായിട്ടുള്ള ഒരു സാധനം പോലും ഇല്ല. അവൻ അവളുടെ മുന്നിൽ ഒന്ന് ചമ്മിപ്പോയി എങ്കിലും അതിൻ്റെ ഭാവവ്യത്യാസമൊന്നും അവൻ മുഖത്ത് വരുത്തിയില്ല. വേഗം എൻ്റെ കൂടെ വരാൻ നോക്ക്. ഇപ്പോൾ തന്നെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിരിക്കണം. അവൾ അത് പറഞ്ഞതും അവനിൽ പെട്ടെന്ന് വാശിയായി. അവൾ അവനെ ഞെട്ടലോടെ നോക്കി. പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? വേഗം വരാൻ നോക്ക്. അവൻ്റെ സ്വരത്തിൽ ഒരുതരം ആജ്ഞ പോലെ ആയിരുന്നു.
അവനത് പറഞ്ഞ് നേരെ പുറത്തേക്ക് നടക്കുകയും ചെയ്തു. എൻ്റെ കണ്ണാ, ഇതെന്ത് മനുഷ്യനാണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയാളുടെ കൂടെ പോണോ? വെറുതെ പറഞ്ഞതാണെങ്കിലോ? ഇനിയും വന്ന് വിളിക്കുവാണെങ്കിൽ വീട്ടിൽ പോയി ഡ്രസ്സ് എടുക്കുന്ന കാര്യം കൂടി ഒന്ന് ചോദിക്കാം എന്നൊക്കെ ചിന്തിച്ച് അവൾ അകത്ത് തന്നെ നിന്നു. അപ്പോൾ തന്നെ പുറത്തേക്ക് പോയവൻ തിരികെ അകത്തേക്ക് കയറി വന്നു. നിന്നെ ഇനി താലായിട്ട് ആനയിച്ചു കൊണ്ടുവരണോ ഞാൻ? വരാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അവൻ തിരികെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. അപ്പോഴേക്കും അവൾ അവനെ പിന്നിൽ നിന്ന് വിളിച്ചിരുന്നു. അതെ. അവളുടെ പതുങ്ങിയുള്ള ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. എന്താ? അവൻ്റെ രൂക്ഷമായ ശബ്ദം. എനിക്ക് എനിക്ക് ഉടുത്തു മാറാൻ വേറെ ഡ്രസ്സൊന്നുമില്ല. അവൾ പറഞ്ഞതും അവൻ അവളെ മുഖം ചുളിച്ചു നോക്കി. എൻ്റെ വീട് വരെ പോയിട്ട് എൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വിടുവോ? അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ശരിയാണ്, ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇത്ര നേരമായിട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. നിന്റെ വീട്ടിൽ ഞാൻ പോകാനോ? ആ, നല്ല കഥ. ഇനി ഞാൻ ആ വീടിൻ്റെ പടി കയറാൻ പോകുന്നില്ല. അത് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ മാത്രമല്ല, നീയും ആ വീടിൻ്റെ പടി കയറില്ല. അവിടെയുള്ളവരാരുമായിട്ട് നിനക്കിനി ഒരു ബന്ധവും ഇല്ല. നിന്നെ കണി കാണാൻ പോലും ഞാൻ അനുവദിക്കില്ല അവരെ ആരെയും. ഇഷ്ടപ്പെട്ടവർ അകന്നു പോകുമ്പോഴും നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അറിയണം, എല്ലാവരും അറിയണം. അവൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് ക്രോധവും പകയും നിറഞ്ഞു. ഇവിടെ നീ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി. അല്ലാതെ നിൻ്റെ അഭിപ്രായം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇവിടെയുള്ള എല്ലാ ജോലിയും നീ തന്നെ ചെയ്തിരിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ അതനുസരിച്ചാൽ മാത്രം മതി. അല്ലാതെ കൂടുതൽ സംസാരത്തിന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവൻ തിരികെ പുറത്തേക്ക് നടന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ മിഴിനീർ പൊടിഞ്ഞു. ഞാൻ എന്ത് ദ്രോഹമാണ് കണ്ണ ഇയാളോട് കാണിച്ചത്? അന്നേരം അവളുടെ ഉള്ളം തേങ്ങി. അവൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഇനിയും അവന് ദേഷ്യം വന്നാലോ എന്ന് കരുതി അവൾ അവൻ്റെ കൂടെ പുറത്തേക്ക് നടന്നു. ഇനിയും നിന്നാൽ അവൻ കൂടുതൽ ദേഷ്യപ്പെടുമെന്ന ചിന്തയിൽ അവൾ പുറത്തേക്കിറങ്ങി. നോക്കുമ്പോൾ കാറിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. കാറിൻ്റെ കവറൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അവൻ കാറ് തുറന്ന് അകത്തേക്ക് കയറി കാർ പോർച്ചിൽ നിന്നും കാറ് പുറത്തേക്കെടുത്തു. വീടിൻ്റെ വാതിലടച്ച് അവൾ വരുമ്പോൾ കാണുന്നത് കാറ് പുറത്തേക്കെടുക്കുന്ന അവനെയാണ്. എൻ്റെ കണ്ണാ, ഇനി ഇയാൾ വെറുതെ പറഞ്ഞതാവോ? എന്നെ കൊണ്ടുപോകാതെ പോകാനാണോ? ഒരു നിമിഷം അവൾ വെറുതെ ചിന്തിക്കാതെ ഇരുന്നില്ല. കാർ പോർച്ചിൽ നിന്നും കാറ് മുന്നിലേക്കെടുത്ത് അവനത് ഗേറ്റിന് പുറത്തേക്കെടുത്തു. അത് കണ്ടതും അവൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി. അതെ, ഇതെന്നെ കൊണ്ടുപോകാതെ പോകാനാണ്. എന്നിട്ട് പിന്നെ എന്നോടെന്തിനാ വന്ന് നിൽക്കാൻ പറഞ്ഞത്? അവളുടെ മനസ്സ് ആ വഴിക്ക് ഓരോന്നൊക്കെ ചിന്തിച്ചു പോയി. എന്നാൽ ഗേറ്റിന് പുറത്തേക്ക് വണ്ടിയെടുത്ത് അവനവിടെ അവളെയും കാത്തിരുന്നു. എന്നാൽ അല്പനേരമായിട്ടും അവൾ വരുന്നില്ലെന്ന് കണ്ടതും അവൻ നീട്ടിയൊരു ഹോണടിച്ചു. അപ്പോഴാണ് ഓരോ ചിന്തയിൽ നിന്നിരുന്ന വർണ്ണ സ്വബോധത്തിലേക്ക് വന്നത്. കാറിൻ്റെ നീട്ടിയുള്ള ഹോണടി കേട്ടപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി. അപ്പോഴാണ് കാർ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് എന്ന കാര്യം അവൾ കാണുന്നത്. അവൾ കാറിനടുത്തേക്ക് നടന്നു. കണ്ണാടിയിലൂടെ കാറിനകത്തിരിക്കുന്ന അവൻ്റെ മുഖം നോക്കുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അവൾ ഗേറ്റ് ഒന്നുകൂടി അടച്ച് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നു. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ നിൻ്റെ ഡ്രൈവറൊന്നുമല്ല പുറകിലിരുന്ന് വരാനായിട്ട്. വന്ന് മുന്നിൽ കയറാൻ നോക്കടി. അവൾ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നതും അവൻ്റെ അലർച്ചയുയർന്നു. അവൾ ഞെട്ടലോടെയും അതിലുപരി പേടിയോടെയും അവനെ നോക്കി. അവൾ ഞെട്ടിക്കൊണ്ട് വേഗം തന്നെ ഡോർ അടച്ച് ഇപ്പുറത്തെ വശത്തൂടെ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്. അവൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം വീണ്ടും. അവൾ വേഗം തന്നെ ഒരു കണക്കിന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടു എന്ന് കണ്ടതും അവൻ ശരവേഗത്തിൽ കാറ് മുന്നോട്ടെടുത്തു. അവൻ്റെ വേഗത കണ്ടതും അവൾ ഞെട്ടിപ്പോയി. ആരോടോ ഉള്ള ദേഷ്യം പോലെയാണ് സ്റ്റിയറിങ്ങിൽ അവൻ്റെ കാലമർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ണാ, ഇയാളിനി കൊല്ലാൻ കൊണ്ടുപോകണോ എന്നെ? ഇത്ര വേഗതയിലൊക്കെ വണ്ടി ഓടിക്കുന്നത് എന്തിനാണാവോ? എൻ്റെ ഭഗവാനെ, ഒരാപത്തും വരുത്താതെ കാത്തോണേ. അവൾ കണ്ണുകളടച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. അവൾ ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ദേഷ്യത്തോടെ ഇരിക്കുന്ന അവൻ്റെ മുഖമാണ്. പിന്നെ കണ്ണു തുറക്കാൻ പോയില്ല. കണ്ണടച്ച് തന്നെ ഇരുന്നു. സമയം അല്പനേരമായി. കുറേ നേരമായിട്ടും വണ്ടി നിർത്തുന്നില്ല എന്ന് കണ്ടതും അവൾ വീണ്ടും കണ്ണു തുറന്നു നോക്കി. വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെയാണ്. ഇതിനു മുൻപ് ഇങ്ങനെയൊരു വഴി കണ്ടിട്ട് കൂടിയില്ല. അല്ലെങ്കിലും തനിക്ക് ഇയാളുടെ വീട് എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെയാണ് ഇങ്ങോട്ടുള്ള വഴികളൊക്കെ. അവൾ അങ്ങനെ ചിന്തിച്ചു. 1 മണിക്കൂറിലേറെയായി ഇരുവരും യാത്രയിൽ തന്നെയാണ്. കണ്ണടച്ചിരുന്ന് അവസാനം അവൾ ശരിക്കും ഉറങ്ങിപ്പോയി. കുറച്ചുനേരം കഴിഞ്ഞതും വണ്ടി പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പോഴേക്കും അവൾ ഒന്ന് മുന്നോട്ടാഞ്ഞു. അതേ നിമിഷം അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയും ചെയ്തു. എന്താ, എന്തു പറ്റി? പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയത് കൊണ്ട് തന്നെ അവൾ ആദിയോടെ ചോദിച്ചു. എന്നാൽ അവൻ അതിന് മറുപടിയൊന്നും കൊടുക്കാതെ കാറിൻ്റെ ഹോൺ നീട്ടിയടിച്ചു. അപ്പോഴാണ് അവൾ മുന്നിലേക്ക് ശ്രദ്ധിക്കുന്നത്.
ഏതോ ഒരു വീടിൻ്റെ മുന്നിലായിട്ടാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. വലിയ 4 കെട്ട് മോഡൽ വീടാണ്. മുന്നിലായി തന്നെ ഗേറ്റും മതിൽക്കെട്ടും ഒക്കെ ഉണ്ട്. അതിനുള്ളിൽ തലയെടുപ്പോടെ നിൽക്കുന്നൊരു തറവാട്. കളപ്പുരയ്ക്കൽ എന്ന് ഗേറ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അവളൊന്ന് ചുറ്റും നോക്കിയപ്പോൾ കണ്ടു വായിച്ചിരുന്നു. അവൻ്റെ കാറിൻ്റെ ഹോണടി കേട്ടതും സെക്യൂരിറ്റി വേഗം തന്നെ വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ഗേറ്റ് തുറന്നതും അവൻ്റെ കാറ് ശരവേഗത്തിൽ അകത്തേക്ക് പാഞ്ഞ് വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അവൻ്റെ വീടിനുള്ളിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി വന്നു. അത്യാവശ്യം പ്രായമുള്ള ഒരാളും അധികം പ്രായമില്ലാത്ത ഒരാളും 2 സ്ത്രീകളും ഒരു മുത്തശ്ശിയുമാണ് ഇറങ്ങി വന്നത്. അവളുടെ കണ്ണുകൾ അതിൽ 2 പേരിൽ ഉടക്കി നിന്നു. ഇവർ 2 പേരും തന്നെയല്ലേ ഇന്നലെ വീട്ടിൽ വന്നിരുന്നത്? അതായത് അത് ഇയാളുടെ അച്ഛനാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത് ഇയാളുടെ വീടാണോ? ഇത്ര വലിയ വീടാണോ ഇയാൾക്കുള്ളത്? കാറിനുള്ളിൽ തന്നെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവളെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ കാറിൻ്റെ ഡോറ് തുറന്നിറങ്ങി. അവളുടെ വശത്തേക്ക് വന്ന് അവളെയും കാറിൽ നിന്ന് പിടിച്ചിറക്കി. അവൻ ചെയ്യുന്നതെല്ലാം ആ വീട്ടിലെ ഓരോരുത്തരും നോക്കി നിന്നതല്ലാതെ അവനോട് തിരികെയൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കെ എല്ലാവർക്കും കാണാനെന്ന രീതിയിൽ അവൻ അവളെയും കൊണ്ട് അവൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നു. ദാ, എല്ലാവരും കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതാണ് ശിവദേവിൻ്റെ ഭാര്യ, വർണ്ണ ശിവദേവ്. ഇനി ഇവളെ കണ്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ് ആരും കൈലാസത്തിലേക്ക് വരാൻ നിൽക്കണ്ട. പിന്നെ ഇന്നലെ ഇവിടെ നിന്നും എന്നെ അന്വേഷിച്ച് ആരോ അങ്ങോട്ടേക്ക് വന്നിരുന്നു എന്നറിഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. കൈലാസം എൻ്റെ വീടാണ്. ഞാനുമായിട്ട് ഇവിടെയുള്ള ആർക്കും ഒരു ബന്ധവുമില്ല. ആ സ്ഥിതിക്ക് അങ്ങോട്ട് എന്നെ അന്വേഷിച്ച് ആരും വരണമെന്നില്ല. പിന്നെ ഇവൾ ആരാണ് എന്താണെന്നൊക്കെ ഇവിടെയുള്ളവർക്ക് അറിയാം എന്നെനിക്കറിയാം. അതുകൊണ്ട് ഇവളെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. അവൻ്റെ മൂർച്ചയേറിയ വാക്കുകൾക്ക് മുൻപിൽ എല്ലാവരും നിശബ്ദരായി നിൽക്കുകയാണ്. നിങ്ങൾക്കാർക്കും ഒരു തടസ്സമായിട്ട് ഞാൻ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും എൻ്റെ ജീവിതത്തിലും തടസ്സമായിട്ട് വരാൻ നിൽക്കരുത്. അത് പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിച്ച് തിരികെ കാറിലേക്ക് നടക്കാൻ ഒരുങ്ങി. എന്നാൽ അതിനു മുൻപ് അവൻ തിരിഞ്ഞൊന്നുകൂടി ഒന്ന് നോക്കി. അമ്മ. അവൻ്റെ ഹൃദയം ഒന്ന് തേങ്ങി. അവൻ്റെ കൺകോടിൽ മിഴിനീർ ഉരുണ്ടുകൂടി. എന്നാൽ അതാരെങ്കിലും കാണും മുൻപേ അവൻ തിരിഞ്ഞു നടന്നിരുന്നു. കയറ്. കാറിനടുത്തെത്തിയതും അവളുടെ കയ്യിലെ പിടിവിട്ട് അവൻ കാറിലേക്ക് കയറാൻ പറഞ്ഞു. അവൾ കാറിൽ കയറി. അവനും കയറി. വേഗം തന്നെ ആ കാർ അവിടെ നിന്നും പുറപ്പെട്ടു. എന്നാൽ ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എന്താണെന്ന് ഒരെത്തും പിടിയും കിട്ടാതെ നിൽക്കുകയാണ് വർണ്ണ. അവൾക്ക് അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അവൻ്റെ ദേഷ്യത്തോടെയുള്ള മുഖഭാവവും കുറച്ചു മുൻപ് സംസാരിച്ച രീതിയും കണ്ടിട്ട് അവൾക്ക് അവനോടൊന്നും ചോദിക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.